നമസ്കാരം. 1994 പുലിസ്റ്റർ അവാർഡ് ജേതാവായ കെവിനും അതോടൊപ്പം അദ്ദേഹത്തിനെ അവാർഡിന് അർഹമാക്കിയ ചിത്രവുമാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. കടുത്ത ദാരിദ്ര്യത്തിൽ നൂറുകണക്കിന് ആളുകൾ മരണത്തിന് കീഴടങ്ങിയ ദക്ഷിണ സുഡാനിൽ നിന്നുമുള്ള ചിത്രം ആയിരുന്നു ഇത്. ന്യൂയോർക്ക് ടൈംസ് ഈ ചിത്രം പ്രസിദ്ധീകരിച്ചതോടെ കെവിൻ ലോകപ്രശസ്തനായി. നിരവധി ആളുകൾ കെവിന് അഭിനന്ദനവുമായി എത്തി. അതിലേറെ വിമർശനവും കെവിൻ നേരിട്ടു. ഈ ചിത്രത്തിൽ കാണുന്നത് കുടിവെള്ളം പോലും ലഭിക്കാതെ എല്ലുന്തി തൊലിയൊട്ടി മരണത്തിന് കീഴടങ്ങുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ദൃശ്യമാണ്. അതിന് പിന്നിലായി ഒരു കഴുകനെയും നമുക്ക് കാണാം. ആ കുട്ടി മരിച്ചിട്ട് വേണം ആ കുഞ്ഞിനെ കഴുകന് ഭക്ഷണമാക്കാൻ. എന്നാൽ ന്യൂയോർക്ക് ടൈംസിലേക്ക് ഈ ചിത്രം പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിരവധി കോളുകൾ എത്തി. അവർ എല്ലാം അന്വേഷിച്ചത് ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നായിരുന്നു. അതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ സ്ഥാപനത്തിന് സാധിച്ചില്ല. ഈ കുട്ടി ജീവിച്ചിരുന്നോ അതെയോ മരണത്തിന് കീഴടങ്ങിയോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. അതിൽ ഒരു വിമർശനം ഉയർന്നത് ഈ ചിത്രത്തിൽ ഒരു കഴുകൻ മാത്രമല്ല 2 കഴുകന്മാർ ഉണ്ട് എന്നുള്ളതായിരുന്നു. അതിൽ ഒരു കഴുകൻ ഈ കുട്ടിയുടെ മുന്നിലായിരുന്നു. ആ കഴുകൻ്റെ കഴുത്തിൽ ഒരു ക്യാമറയുമുണ്ടായിരുന്നു എന്നതാണ്. ആ വിമർശനം കെവിനെ ഏറെ തളർത്തി. ഒരു പക്ഷേ താൻ വിചാരിച്ചിരുന്നു എങ്കിൽ ആ കുട്ടി ജീവനോടെ ഇന്ന് ഭൂമുഖത്തുണ്ടാകുമായിരുന്നു എന്ന് കെവിൻ ചിന്തിച്ചു. ആ കുറ്റബോധം അയാളുടെ മാനസിക നില തന്നെ തെറ്റിച്ചു. 33-ാം വയസ്സിൽ പുലിസ്റ്റർ ജേതാവായ കെവിൻ ആ പാപഭാരം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തു. ഇന്നത്തെ പകൽ വാർത്ത ആരംഭിക്കുന്നത് ഈ ദൃശ്യത്തോടെയാണ്. അതിന് ഒരു കാരണമുണ്ട്. ഇപ്പോഴും ഇത്തരം വാർത്തകൾ ദൃശ്യമാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരാറുണ്ട്. അത് പലപ്പോഴും അഭിനന്ദനങ്ങൾക്കും അതോടൊപ്പം തന്നെ വിമർശനങ്ങൾക്കും വഴിവെക്കാറുമുണ്ട്. അതിനിടയിലാണ് ന്യൂസ് 18ൻ്റെ ക്യാമറ കണ്ണിൽ ഒരു ദൃശ്യം പതിഞ്ഞത്. അത് പക്ഷേ കെവിൻ പകർത്തിയതുപോലെ കരയുന്ന മുഖമായിരുന്നില്ല, മറിച്ച് ചിരിക്കുന്ന മുഖമായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ 12 വയസ്സുകാരൻ നിഖിലിൻ്റെ മുഖം. പക്ഷേ നിഖിൽ ചിരിക്കുന്നത് ഒട്ടേറെ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കിയാണ് എന്ന് ഞങ്ങളുടെ ന്യൂസ് 18ൻ്റെ പാഠം 4 ടീമിന് ബോധ്യമുണ്ടായിരുന്നു. അസുഖബാധിതയായ അമ്മ, ഓട്ടിസം ബാധിച്ച കുഞ്ഞനുജൻ, ഇവരൊന്നും നിഖിലിന് ഒരു പ്രയാസമേ ആയിരുന്നില്ല. പഠനത്തോടൊപ്പം വീട്ടുജോലികളും പൂർത്തിയാക്കിയാണ് നിഖിൽ എല്ലാ ദിവസവും സ്കൂളിലേക്ക് എത്തിയത്. അന്നും പതിവ് പോലെ നിഖിൽ ഹാപ്പിയായിരുന്നു. പക്ഷേ നിഖിലിനെ എന്തൊക്കെയോ വേട്ടയാടുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിഖിലിനെ പിന്തുടർന്നത്, നിഖിലിൻ്റെ പ്രയാസങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആ പ്രയാസങ്ങൾ ഇന്ന് കേരള സമൂഹം ഒന്നാകെ ഏറ്റെടുത്തു കഴിഞ്ഞു. നിരവധി ടെലിവിഷൻ ചാനലുകൾ ഞങ്ങളെ പിന്തുടർന്നു. ഇന്ന് നിഖിൽ ചിരിക്കുന്നുണ്ട്. അത് ഉള്ളു നിറഞ്ഞ ചിരിയാണ്. അതിൽ ഞങ്ങൾക്കും ഏറെ സന്തോഷമുണ്ട്. ആരുടെയും അഭിനന്ദനങ്ങൾക്ക് വേണ്ടിയല്ല, ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഞങ്ങൾ നിഖിലിനെ പിന്തുടർന്നത്. അത്തരം പിന്തുടർച്ചകൾ ഇനിയും ഉണ്ടാകും. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. റേഡിയോ കോളർ ഘടിപ്പിച്ചപ്പെട്ടിട്ടുള്ള ആന മണ്ണുണ്ടി കാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഏത് സമയത്തും ഏത് ഭാഗത്തേക്ക് നീങ്ങാൻ സാധ്യതയുള്ള മുഴുവൻ ആളുകളും അനാവശ്യമായി പുറത്തിറങ്ങി നടക്കുകയോ വനത്തിൽ പ്രവേശിക്കുകയോ ചെയ്യരുത്. ആളക്കൊല്ലിക്കാട്ടാനയെ പിടികൂടാൻ ദൗത്യസംഘം. ആന മണ്ണുണ്ടി മേഖലയിലെന്ന് സിഗ്നൽ. ട്രാക്കിംഗ് ടീം വനത്തിനുള്ളിൽ മയക്കുവെടി വെച്ച് മുത്തങ്ങിയിലേക്ക് മാറ്റും. എറണാകുളം കോതമംഗലത്ത് കാട്ടാനക്കൂട്ടം വീട് തകർത്തു. അജീഷിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. പടമല സെന്റ് അൽഫോൺസ് പള്ളിയിൽ 3 മണിക്ക് സംസ്കാരം. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആ സാധനങ്ങൾ ഇരിക്കണേ നിങ്ങൾ ഈ പണികൾ ചെയ്യിക്കുന്ന. 2 സംസ്ഥാനങ്ങൾ ചേർന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ
ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് വനം മന്ത്രി. 15-നകം കമ്മിറ്റി രൂപീകരിച്ച യോഗം ചേരും. നിഖിൽ ഒഫീഷ്യലി കുക്ക് ചെയ്ത് ഞാൻ അന്ന് വെറുതെ വീഡിയോയിൽ പറഞ്ഞാണ്, കണ്ടപ്പോൾ ലൈവായിട്ട് നിന്റെ സ്പെഷ്യൽ നൂഡിൽസ് എനിക്ക് ഉണ്ടാക്കി തരണത്. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കുറെ നേരം എടുത്ത് 5 മിനിറ്റ് കൊണ്ട് എടുക്കേണ്ട സാധനം പുള്ളി 2 മിനിറ്റ്സിലൊക്കെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന നൂഡിലാണ്. നമുക്കിത് ഭംഗിയോടെ അതിന്റെ ഇടയ്ക്ക് അവന്റെ ലൈഫ് സ്റ്റോറി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്ത് തന്നതാണ്. ഇത് ഒഫീഷ്യലി നമ്മുടെ റെസ്റ്റോറന്റ് ഷെഫ് പിള്ളയുടെ ഷെഫ് ആവാൻ പോകുന്ന പുള്ളിയുടെ യൂണിഫോംസ് ആണ്. ന്യൂസ് 18 പാടം 4-ലൂടെ ലോകമറിഞ്ഞ നിഖിലിനെയും അപ്പുവിനെയും കാണാൻ ഷെഫ് പിള്ളയെത്തി. സന്ദർശനം കൈനിറയ സമ്മാനങ്ങളുമായി. ഉപരിപഠനം ഏറ്റെടുക്കുമെന്നും ഉറപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ CPIM സംസ്ഥാന സമിതി യോഗം. 15 സീറ്റുകളിൽ പാർട്ടി മത്സരിക്കും. CPI 4 മണ്ഡലങ്ങളിൽ മത്സരത്തിന് സംസ്ഥാന കൗൺസിൽ തുടരുന്നു. മധ്യപ്രദേശിൽ വൻ രാഷ്ട്രീയ നീക്കങ്ങൾ. കമൽനാഥും മകനും BJPയിലേക്ക് എന്ന് സൂചന. MLA-മാരെ അത്താഴ വിരുന്നിന് ക്ഷണിച്ച് കമൽനാഥ്, അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം. പാകിസ്ഥാൻ തൃശങ്കുവിൽ വിജയം അവകാശപ്പെട്ട് ഇമ്രാൻഖാനും നവാസ് ഷെരീഫും. ഐക്യ സർക്കാർ രൂപീകരിക്കണമെന്ന സൈനിക മേധാവി. കർഷക പ്രതിഷേധം ഇരമ്പുന്നു. ഡൽഹി ചലോ പ്രതിഷേധത്തെ നേരിടാൻ മുന്നൊരുക്കങ്ങളുമായി ഹരിയാന. ചൊവ്വാഴ്ച വരെ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി. അണ്ടർ 19 ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ. ഫൈനലിൽ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. മത്സരം അല്പസമയത്തിനകം. പകൽ വാർത്തയിലേക്ക് വിശദമായി. വയനാട് മാനന്തവാടി പയ്യമ്പള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഖനയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. ആന ചെമ്പകപ്പാറ മേഖലയിൽ ഉണ്ട് എന്ന് റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ ലഭിച്ചതോടെ ട്രാക്കിംഗ് ടീം കാട്ടിൽ പരിശോധന തുടരുകയാണ്. റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആനയെ മയക്കുവെടി വെച്ച് മുത്തങ്ങയിലേക്ക് മാറ്റാനാണ് തീരുമാനം. കുങ്കിയാനകൾ അടക്കം സജ്ജമാണ്. കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. പടമല സെന്റ് അൽഫോൺസ് പള്ളിയിൽ വൈകിട്ട് 3 മണിക്കാണ് സംസ്കാരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ആണ് ചേരുന്നത്. അനീഷ്, ഒരു ഭാഗത്ത് ആളുകളുടെ ആശങ്ക നീങ്ങിയിട്ടില്ല. അതേസമയം തന്നെ ആനയെ പിടികൂടാനുള്ള ദൗത്യം ഊർജിതമായി പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ദൗത്യം എവിടെ വരെ എത്തിയെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നുണ്ടോ അനീഷ്? തീർച്ചയായും ആനയെ വെടിവെച്ച് പിടികൂടി മുത്തങ്ങയിലേക്ക് അയക്കും എന്നൊരു ധാരണ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ബാവലിക്കടുത്ത് കാട്ടിലാണ് ഇപ്പോൾ ആനയുടെ സ്ഥാനം ഉള്ളത്. അവിടേക്ക് എല്ലാ ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പും ഫോറസ്റ്റും പോലീസും ഒക്കെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ദൌത്യസംഘം കാട്ടിലെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്തായാലും ഈ തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PV ബാലകൃഷ്ണൻ ഉണ്ട്. എങ്ങനെയാണ് അധികൃതരിൽ നിന്ന് മനസ്സിലാവുന്നത്? ഈ ദൌത്യം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആനയെ വെടിവെച്ച് പിടിച്ച് അതിനെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഇന്നലെ ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായി തന്നെയാണ് ഇതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. കർണാടക ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ബാവലി എന്ന് പറയുന്ന പ്രദേശം. അവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കുള്ളിലാണ് ആന ഇപ്പോൾ തമ്പടിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ കുറച്ചുകൂടി ഉൾവനത്തിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചുകൊണ്ട് മയക്കുവെടി വെക്കുക എന്ന് പറയുന്ന ഉദ്യമം തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. ഈ
ഈ ചില കേന്ദ്ര മാനദണ്ഡങ്ങളൊക്കെ പ്രകാരം ഈ കാട്ടിനുള്ളിലേക്ക് പോയാൽ പിന്നീട് അതിലേ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുമെന്ന ചില വിവരങ്ങളും വരുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയും നമുക്ക് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഉൾവനത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ആന തിരിച്ച് ജനവാസ മേഖലയിൽ എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഉൾവനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ വീണ്ടും ജനവാസ മേഖലകൾക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് പരമാവധി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മയക്കുവെടി വെച്ച് പിടിച്ച് ഇതിനെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതാണ് നന്നാവുക എന്ന് തന്നെയാണ് പൊതുവെ പറയാനുള്ളത്. ഈ വനംവകുപ്പിന്റെ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള തയ്യാറെടുപ്പുകൾ കൃത്യമായും മയക്കുവെടിക്കുള്ള ഒരുക്കങ്ങൾ തന്നെ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാർ, വെറ്റിനറി ഡോക്ടർമാർ എത്തിയിട്ടുണ്ട്, കുങ്കിയാനകൾ എത്തിയിട്ടുണ്ട്. എല്ലാ സർവ്വസന്നാഹങ്ങളോടും കൂടിയാണ്. ഇതാണ് ഒരു ഔദ്യോഗികമായ ഒരു കാര്യം, അറിയിപ്പ് ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കാരണം അവിടെ എല്ലാ സന്നാഹങ്ങളോടും കൂടിയാണ് ഇപ്പോൾ ദൌത്യ സംഘം തമ്പടിച്ചിരിക്കുന്നത്. അതിൽ ഫോറസ്റ്റിലെ വെറ്റിനറി ഡോക്ടർമാരുണ്ട്, ഒപ്പം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. കാട്ടിനുള്ളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. കുങ്കിയാനയും ഈ പ്രദേശത്തിന് സമീപം തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. വെടിവെക്കാൻ കഴിഞ്ഞാൽ, മയക്കുവെടി വെക്കാൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ കുങ്കിയാനകൾ സ്ഥലത്തെത്തി ഈ നമ്മൾ നേരത്തെ കണ്ട രീതിയിലൊക്കെ ഈ ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കങ്ങൾ നടത്തും. എന്തായാലും അക്കാര്യത്തിലടക്കം തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടയ്ക്ക് ഒരു ആശയക്കുഴപ്പം എത്തിയിരുന്നു. ഈ കേന്ദ്ര മാനദണ്ഡങ്ങളനുസരിച്ച് കഴിഞ്ഞ ആഴ്ച തണ്ണീർക്കൊമ്പനൊക്കെ ചത്തുപോയ ഒരു സാഹചര്യത്തിൽ ഈ കാട്ടിനുള്ളിൽ വെച്ച് എന്തിന് മയക്കുവെടി വെച്ച് പിടികൂടണം, ഈ ജനവാസ കേന്ദ്രങ്ങളിൽ വെച്ച് കണ്ടാൽ മാത്രം വെടിവെക്കേണ്ട സാധ്യതയുള്ളൂ എന്നൊക്കെ വന്നിരുന്നു. പക്ഷേ ജനകീയ പ്രതിഷേധം വലിയ ശക്തമാണ്, ജനരോക്ഷം ശക്തമാണ്. ഇന്ന് റൈറ്റ്, തീർച്ചയായും ജനകീയ പ്രതിഷേധങ്ങൾ ആണ് ശക്തമായി തുടരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഒരു കർഷകന്റെ ജീവൻ നഷ്ടപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. അതിനു മുമ്പ് വയനാട്ടിൽ തന്നെ മറ്റൊരു പ്രദേശത്ത്, മാനന്തവാടി പോലെയുള്ള പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയിരുന്നു. തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെച്ച് തിരികെ അയച്ചിരുന്നു. അന്ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല, കൃഷിനഷ്ടങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും ഇതിപ്പോൾ വലിയ പ്രതിഷേധമാണ്. ഇന്ന് രാവിലെ അനീഷ് ഈ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ അടക്കം ആളുകൾ ഇത് ഈ തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ഇതൊരു സംഘർഷത്തിലെ അവസാനിക്കൂ എന്ന തരത്തിൽ ഒക്കെ വൈകാരികമായി പ്രതികരിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ആനയെ, ആളെ കൊല്ലുന്ന ആനയെ വെടിവെച്ചു കൊല്ലണം എന്ന് തന്നെയാണ് മരണപ്പെട്ട അജീഷിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. ആന കുഞ്ഞാലും ഉണ്ടല്ലോ, അവരാരെയും പിടിക്കാൻ വന്നതാണോ അത് എന്തിനു വന്നാന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാകുന്നില്ല. നാട്ടുകാരെ കൗളിപ്പിക്കാനാണെന്നുള്ളതാണ് ഇപ്പോൾ സംശയം. ഇവര് ഇന്നലെ കുങ്കിയാന വന്നെന്ന് പറയും. കുങ്കിയാനെ കയറ്റി ഇവർക്ക് ആനേനെ പിടിക്കാൻ പാടില്ലേ? ഇവർക്ക് നിരപ്പുകളെടുത്ത് തന്നാൽ ഒരു സർക്കാരിനോട് കുന്ന് അടിച്ച് നിർത്താൻ പറ, നിരപ്പ് കിട്ടിട്ട് എന്നിട്ട് മതി. മൈക്കോടി വെച്ച് പിടിക്കിട്ട് അല്ലെങ്കിൽ ആനേനെ വെടിവെച്ച് കൊല്ലട്ടെ. ഒരാൾ ചത്തു കഴിഞ്ഞാൽ ഇവരൊന്നും മിണ്ടുന്നില്ല. ഒരു ഓന്തിനെ കൊന്നു കഴിഞ്ഞാൽ ഇവർ പുറച്ചേര് എന്ത് പിടിച്ചോണ്ട് പോകില്ലേ? പിന്നെ എന്തിനാ ഇവർ നിൽക്കുന്നത്? എന്തിനാ? ഇന്നലെ രാത്രിയും ആളുകൾക്ക് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ തന്നെയായിരുന്നല്ലേ? രാത്രി ഒരു 4 വണ്ടി വരെ ഉണ്ടായിരുന്നു ഇവിടെ. പോലീസ്, ഫോറസ്റ്റുകാർക്ക് എസ്കോർട്ടായിട്ടാണ് പോലീസുകാർ വരുന്നത്. ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും ഈ ഇതിലാ പോകുന്നതാണ്. അവർക്കൊന്ന് കയറി പോന്ന് നോക്കുക, എന്താ സംഭവിച്ചെന്ന് നോക്കാനുള്ള ബാധ്യതയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവർ. നമ്മുടെ എല്ലാം വേർപ്പ് പൈസ കൊണ്ടാണ് ഇതിന് ഉണ്ടാക്കുന്ന വേർപ്പ് പൈസയുടെ ഒരു അംശം കൊണ്ടാണ് ഇവരും ജീവിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഇല്ല. പിന്നെ എന്താ വേണ്ടേ? ഉദ്യോഗസ്ഥന്മാർ മാത്രം ജീവിച്ചാൽ മതിയോ? പിന്നെ നേതാക്കന്മാരൊന്നും ചിന്തിക്കേണ്ട. വോട്ട് ഇലക്ഷൻ വരുമ്പം വോട്ട് പിടിക്കാൻ നടന്നാൽ പോരാ, ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാണ്ട് ബാധ്യത. മന്ത്രിമാരാണെങ്കിൽ ഒരെണ്ണം ചെല്ല. വനംവകുപ്പ് എന്താ പറഞ്ഞേക്കണത്? ഫോറസ്റ്റുകാരെന്താ പറഞ്ഞേക്കണത്? ഫോറസ്റ്റ് പറഞ്ഞ വാഴയും കപ്പയും ചേനയും ചെമ്പും നട്ട ആന ഇറങ്ങുന്നതെന്ന് പറഞ്ഞാലോ? കൃഷിക്കാരന് ജീവിക്കണ്ടേ? കൃഷി ചെയ്യുന്നോണ്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. കൃഷി ചെയ്യുന്നോണ്ടാ വരുന്നതെന്നാ പറയുന്നത്. കൃഷി ചെയ്യേണ്ട ജനങ്ങൾ ഇവർക്ക് 30 ഇവര് 10 ആളെ കൂട്ടി ഫോറസ്റ്റ് പണി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ 100 ആളുടെ കണക്കെടുക്കുന്നുണ്ട്. 100 ആളുടെ കണക്കെടുത്തിട്ട് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. പണ്ട് വേഗൂര് തെറ്റോട് തേക്കിന് വളയിട്ടെന്നും പറഞ്ഞിട്ട് വയനാട്ടിലുള്ള കാൽച്ചാക്ക് മുഴുക്ക ഈ ഫോറസ്റ്റുകാർ ചോദിച്ചുകൊണ്ട് നടന്നല്ലോ. ഇമാര് കണക്ക് കൊടുത്തല്ലോ. ഫോറസ്റ്റുകാരൊക്കെ ശരിക്കും ഉണ്ടാക്കണ പാവപ്പെട്ടവരെ വഞ്ചിക്കുന്ന സ്വഭാവമാണ് ഫോറസ്റ്റുകാർ ചെയ്യുന്നത്. അതിന് കൂട്ടിയിരിക്കുന്ന കുറച്ച് MLA-മാരും MP-മാരും ഒക്കെയുണ്ട്. മന്ത്രിമാരടക്കമുണ്ട്. അത് എന്റെ മോനാണ് മരിച്ചു കിടക്കുന്നത്, എന്റെ മോനാണ് മരിച്ചു കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. എന്നിട്ടാണ് നിങ്ങൾ ഈ ഇന്നലെ ചർച്ചകൾ നടന്നിട്ട് പോലും ഒരു തീരുമാനം വരാതെ ആനയെ പിടികൂടാൻ പോലും കഴിയാതിരിക്കുന്നത്. അത് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
വനം വകുപ്പ് മന്ത്രി ഒന്ന് പറയണം. ഒന്നിൽ ആനേനെ ബസ്സിൽ വെടിവെക്കാൻ തന്നെയാണ് പറയേണ്ടത്. ഇതിനെ പിടിച്ചോണ്ട് ഇവിടെ വിട്ട് തന്നെ പിന്നെ ഇവരിവിടുന്ന് പിടിച്ച് ആനേനെ പിടിച്ച ഇവിടുന്ന് പിടിക്കും ബേഗൂര് കൊണ്ടുവിടും. അവിടുന്ന് ഇറങ്ങിയിട്ട് അവിടെ കൊല്ലും. അവിടുന്ന് പിടിച്ചാൽ ഇപ്പറേ കൊണ്ടുവിടും, അവിടെ കൊല്ലും. ഇതല്ലേ അവസ്ഥ. എന്നാൽ പിന്നെ അതാ നിർത്തി അതിനെ തട്ടിക്കളഞ്ഞാൽ പോരെ. കുന്നിലുണ്ടെന്നാണ് ഇപ്പോഴും പറയുന്നത്. കുന്നിൽ ആനയുണ്ട്. ഇന്നലെ വെള്ളം കുടിച്ചിട്ട് ആന അതുപോലെ കൂടി കയറി വരുമോ ഇതെന്ന് പറഞ്ഞു. ഇനി എന്താ വേണ്ടത്? വെള്ളം കുടിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു. അത് ഫോറസ്റ്റുകാർ പുറകെ പോയി വെള്ളം കുടിച്ചിട്ട് ആന കയറി പോന്നു, അവരും കയറി പോന്നു. പണി കയറുന്നില്ലേ? മയക്കുവെടി വെക്കണമെങ്കിൽ നിരപ്പുള്ള സ്ഥലം വേണമെന്ന് പറഞ്ഞു. അതിനും വനംവകുപ്പ് പറഞ്ഞ് അടിച്ച് നിരത്തി കൊടുക്കാൻ പറഞ്ഞിട്ട് ഫോറസ്റ്റുകാർക്ക്. ഈ മന്ത്രി ഇവിടെ വന്നിട്ടും ഇല്ല, നിങ്ങൾ ഇന്നലെ പറയുന്നു അല്ലേ? എന്നാ പിന്നെ നമ്മുടെ MLA വന്നിട്ടില്ലല്ലോ, മാനന്തവാടി MLA വന്നിട്ടില്ലല്ലോ. അങ്ങനെയാണ് ഇവിടെ വരാനുള്ള ബാധ്യതയുണ്ടല്ലോ, ഇല്ലേ? നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനുള്ള ഭയമായിരിക്കുമോ ഈ വരാനുള്ള പേടി അല്ലേ? അല്ല, വോട്ട് മേടിക്കാൻ നേരത്തെ ഭയമില്ലല്ലോ. എന്താ ഇലക്ഷന് വോട്ട് ചോദിക്കാൻ നേരത്തെ ഇവർക്ക് ഭയമില്ല, അല്ലാതെ വരുമ്പോഴല്ലേ ഭയം വരുന്നുള്ളൂ. ഏതായാലും നമ്മുടെ MLA സാറിന് ഒന്ന് വന്നു പോകാൻ പാടില്ലേ? അച്ഛനെ ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ പള്ളിയിൽ പോയതായിരുന്നു. പള്ളി കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുമ്പോഴാണ് ഫോറസ്റ്റ് ജീപ്പിലാണ് ഇവർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അന്നേരം ഒരു ചെക്കൻ പറഞ്ഞു ഇങ്ങനെ അജീനെ ആനെ തട്ടിയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പം 3 വണ്ടിക്ക് കൈ കാണിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ഒരു വണ്ടി പോയി. അവിടെ ചെന്ന് വരുമ്പോൾ കയറിയില്ല കാണിക്കാൻ. അവിടെ നിന്ന് ഒച്ചപ്പാട് അവരുമായിട്ടുണ്ടായി. കയറി എന്നെ കൊച്ചിൽ കണ്ടു. അങ്ങനെ പോകുന്ന ആള്. പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഞാൻ വീട്ടിൽ തന്നെയാണോ താമസിക്കുന്നത് അച്ഛനോ അതോ? ഇവിടെ തന്നെയാണ് ഞങ്ങൾ താമസം. ഞാൻ പള്ളിയിൽ പോയി. അപ്പം രാവിലെ ആ സമയമായപ്പോഴത്തേക്കും 2 പുല്ലും കൂടെ കന്നാലിക്ക് വെട്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് ആയത്. ഇതുപോലെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ കാടൊക്കെ വെട്ടിയാണ്, ഈ കാട് വെട്ടിയുള്ള ജീവിതം കൊണ്ടൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. തള്ളയാണ് തളർന്ന് കിടക്കുന്നത്, ഒരു ദിവസം തളർന്ന് കിടക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളു. എന്താ ചെയ്യുക? പിന്നെ ഞങ്ങൾ പറയുമ്പോൾ ഇപ്പൊ ഇത് നിങ്ങളിങ്ങനെ ചാനലിൽ പിടിക്കും, പിന്നെ ഒരു അനുഭവം ഉണ്ടാവില്ല ഇവിടെ. ഇവരിൽ നിന്ന് ഒരു അനുഭവം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇന്നലെ കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട്, എഴുതി ഒപ്പിക്കിട്ട് മേടിച്ചെന്ന് പറയുന്നത് കേട്ടു. പക്ഷേ എത്രത്തോളം പ്രാബല്യത്തിലാവും നമുക്ക് പറയാൻ കഴിയില്ല. അത് എത്രമാത്രം ബുദ്ധിമുട്ടാണ്. കുടുംബത്തിന് ഒരുപാട് പ്രാരാബ്ദമൊക്കെ ഉണ്ട് അല്ലേ? 8 ലക്ഷം രൂപ ഇപ്പൊ തന്നെ കടമുണ്ട്. ആ രോഗം എന്നൊക്കെ പടമായിട്ട് ആ കുടുങ്ങി നിൽക്കുന്നതാണ്. എന്താ ചെയ്യുന്ന അറിയില്ല. ഇവിടുത്തെ ജീവിതം അങ്ങേറ്റം ബുദ്ധിമുട്ടാണ്. ഒരു കൃഷി വെച്ചാൽ കുറച്ചാണ് കഴിഞ്ഞ് ആന എടുത്തോണ്ട് പോകും അല്ലെ? ആന, മാന്, പന്നി, കുരങ്ങില്ല. തെങ്ങ കിടക്കുന്ന കരിക്ക് പോലും കിട്ടുന്നില്ല കുരങ്ങ്. അതിനിപ്പോ നമുക്ക് അവിടെ പന്തലിടാൻ ബലിയിടാൻ പറ്റൂലല്ലോ. മാന്, കുരങ്ങ്, പന്നി, അതുകൊണ്ട് ഒരു സാധനം കപ്പ, വാഴ, ചേന, ചേമ്പ് എന്നിട്ട് ഒരു സാധനം നട്ട് തിന്നാൻ പറ്റില്ല ഇവിടെ കഴിയുന്നത്. ഈ നാട്ടുകാർക്ക് അങ്ങനെ ഒരു സാധനം. പിന്നെ വേണം കർണാടകയിൽ നിന്ന് വരുന്ന കപ്പ മേടിച്ചാൽ തിന്നാം. ഇതെല്ലാം നമ്മുടെ നല്ല അവസ്ഥ. ഒരു പന്നീനെ വെടി വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ പിടിക്കും. എന്നാൽ അവരുടെ മൃഗത്തിന് അവർ വേലി കെട്ടിയിട്ട് അകത്തിട്ട് വളകട്ടെ. കടുവേനെയൊക്കെ മാനും മയിലിനെയും കാട്ടുപോത്തിലിട്ടിട്ട് ഒരു അതിൽ കമ്പി ഇട്ടിട്ട് ബെൻസിൻ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നിർത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യട്ടെ. വയനാട്ടിലെ മരം മുഴുക്ക മുറിച്ചിട്ട് ലൂക്കാലിയും തേക്കും വെച്ചു. ആനയ്ക്ക് ഒരു സാധനം തിന്നാനില്ല എന്നുള്ള ദുഃഖ സത്യം ഒടിച്ചു തിന്നാൻ. ജനങ്ങൾ പണിയെടുത്താലോ ആ ജനങ്ങളെയും തീറ്റൂല. അതേപ്പുറം പിന്നെ എന്താ വേണ്ടേ? അച്ഛന് വന്ന നഷ്ടം വന്നു. ഇനിയും ആളുകൾ ആർക്കെങ്കിലും വന്നാലും എന്ത് ചെയ്യും? ഇനി അടുത്ത ജീവിതം പോവാതിരിക്കുക, അതാണ് വേണ്ടത്. അത് കണ്ടുപഠിക്കാനുള്ള സംവിധാനം അത് ആര് വേണം? ഉദ്യോഗസ്ഥന്മാർ മാത്രം പോരാ, നേതാക്കന്മാർ. ഈ വനം വകുപ്പ് മന്ത്രി അടക്കം ചെയ്യേണ്ട കാര്യം അത്. വനം വകുപ്പ് മന്ത്രിയുടെ വായിൽ പഴം തള്ളി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് GA കിട്ടും, പെൻഷൻ കിട്ടും, ശമ്പളം കിട്ടും. കൃഷിക്കാരൻ എന്താ കിട്ടുക? കൃഷിക്കാരൻ എന്ത് കിട്ടും? എനിക്ക് വയസ്സ് 77 ആയിട്ടുണ്ട്. എത്രത്തോളം പണിയെടുത്ത് എനിക്ക് ഈ മരുന്ന് കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ആരും അറിയുന്നില്ല. കുടുംബത്തിന് തുണ പോവുകയും ചെയ്തു. കുടുംബം നോക്കുന്നു, കൊച്ചു പോയി. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആ സാധനങ്ങൾ ഇരിക്കണേ നിങ്ങൾ കണ്ടു. ഈ പണികൾ ജീവിക്കുന്ന 4 പഠിക്കുന്ന ഒരു ആൺകൊച്ചുണ്ട്, 8 പഠിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട്. ഇങ്ങനെയുള്ള ജീവിതം എങ്ങനെയാണുള്ളത്? അതിന്റെ അവസ്ഥയ്ക്ക് എന്താവും?
എന്തായാലും അങ്ങേയറ്റം സങ്കടകരമായ സാഹചര്യമാണ്. പക്ഷേ ഈ ഒരു ജീവൻ ഈ അച്ഛൻ്റെ പൊലിഞ്ഞു. പക്ഷേ ഇതൊരു തുടർച്ചയായി ആവാതെ വയനാട്ടിലെ ഈ വന്യജീവികളുടെ ആക്രമണം മൂലമുള്ള അവസാനത്തെ മരണമായി ഇത് മാറണമെന്നാണ് നാട്ടുകാരും കുടുംബവും ഒക്കെ ആലോചിക്കുന്നത്. പറക്കമറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്, അവരെ വളർത്തണം. ഈ കാട്ടിൽ പണിയെടുത്തും ഈ കാട് വെട്ടിയും ഒക്കെയാണ് അജീഷ് കുടുംബം കഴിച്ചിരുന്നത്. ഒപ്പം നാട്ടുകാർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ടവനായ പൊതുകാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ജീവിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മരണം നടന്ന ഒരു ദിവസത്തിലേക്ക് എത്തുമ്പോഴും ഈ ആന എവിടെ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം നാട്ടുകാർക്ക് നൽകാൻ വനംവകുപ്പിന് കഴിയുന്നില്ല. ഒപ്പം ഈ ഉദ്യോഗസ്ഥ നേതൃത്വം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം ആരും ഈ വീട്ടിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ഈ സ്ഥലം സന്ദർശിക്കാൻ എത്തുന്നില്ല എന്ന ഒരു വിഷമവും ഈ നാട്ടുകാരും കുടുംബാംഗങ്ങളും പങ്കുവെക്കുന്നുമുണ്ട്. തീർച്ചയായും അജീഷിന്റെ കുടുംബം വലിയ ദുഃഖത്തിലാണ്. അതോടൊപ്പം അവർക്ക് കൃത്യമായ അമർഷവുമുണ്ട്. ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാകുന്നില്ല. ഇത് നിരന്തരമാകുന്ന സാഹചര്യമാണ്. ആ അച്ഛൻ, അജീഷിന്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഈ വന്യമൃഗങ്ങളുടെ ശല്യം എന്നത് നിരന്തരം നേരിടുന്ന കാർഷിക മേഖലയാണത് എന്നുള്ളതാണ്. അവിടെ വേലി കെട്ടുന്നതിനോ മൃഗങ്ങളെ തടയുന്നതിനോ ഒന്നും ഒരു സംവിധാനവുമില്ല എന്നുള്ളതാണ്. വൈകാരികമായ ആ പ്രതികരണം വീണ്ടും അനീഷിലേക്ക് തന്നെയാണ് പോകുന്നത്. അനീഷ് ഇപ്പോഴും ആ പ്രദേശത്ത് തന്നെ തുടരുകയാണ്. അനീഷ്, ഈ ദൗത്യസംഘത്തിൻ്റെ നടപടിക്രമങ്ങൾ, അതിനെ പ്രദേശവാസികൾ ഏത് നിലയിലാണ് നോക്കിക്കാണുന്നത്? രാവിലെയൊക്കെ വളരെ വൈകാരികമായിട്ടാണല്ലോ പ്രദേശവാസികൾ സംസാരിച്ചത്. ഉചിതമായ സമയത്തൊന്നും നടപടിയെടുക്കുന്നില്ല എന്നവർ പരാതി പറയുന്നുണ്ടല്ലോ. തീർച്ചയായും നാട്ടുകാർ വലിയ പ്രക്ഷോഭത്തിൽ തന്നെയാണ്. നമുക്കറിയാം, അജീഷിന്റെ സംസ്കാര ചടങ്ങുകൾ 3 മണിക്കാണ്. ഒരുപക്ഷെ അതിനുശേഷം വലിയ പ്രതിഷേധം ഒരുപക്ഷെ അലയടിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. കാരണം അതുവരെ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിയില്ല എങ്കിൽ ആനയെ ഉൾക്കാട്ടിലേക്ക് വിടുന്നതിനുള്ള ഒരു നീക്കമാണ് വനംവകുപ്പിന്റെ ഭാഗത്തിൽ നിന്നും ഉണ്ടാവുന്നതെങ്കിൽ ജനങ്ങൾ തീർച്ചയായും പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഉൾക്കാട്ടിലേക്ക് ആനയെ തുരത്തിവിട്ടാൽ വീണ്ടും ജനവാസ കേന്ദ്രത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അങ്ങനെയെങ്കിൽ വീണ്ടും ജനജീവിതം ആശങ്കയിലാവുന്ന ഒരു സാഹചര്യം. റേഡിയോ കോളർ സിഗ്നലുകളിൽ നിന്ന് സിഗ്നലുകൾ ലഭിച്ചാലും അത് കൃത്യസമയത്ത് ജനങ്ങൾക്ക് ലഭ്യമാവാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് ഇത്തരത്തിലൊരു അന്വർത്ഥം വീണ്ടും ആവർത്തിക്കാൻ ഇടയുണ്ട് എന്ന് തന്നെയാണ് ജനങ്ങളുടെ ആശങ്ക. മാനന്തവാടി മൈസൂർ റൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലത്ത് നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ മാത്രം മാറിയാണ് ചെമ്പകപ്പാറ എന്ന സ്ഥലമുള്ളത്. അവിടെ ഉൾക്കാട്ടിലാണ് ആനയുടെ സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ റേഡിയോ കോളർ സിഗ്നൽ ഉപയോഗിച്ച് ആനയെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. രാവിലെ ഓരോ 20 മിനിറ്റിലും ആനയുടെ സഞ്ചാരപഥം മാറുന്ന ഒരു സാഹചര്യം ഉണ്ട്. നല്ല തുണി എന്ന സ്ഥലത്തായിരുന്നു ആദ്യം ആന ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ നിന്നും മാറി മറ്റൊരിടത്തേക്കായിരുന്നു. ഇതിനുശേഷമാണ് പിന്നീട് വീണ്ടും റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചപ്പോൾ ഈ ചെമ്പകപ്പാറ ഭാഗത്ത് ആനയുടെ സാന്നിധ്യമുണ്ട് എന്നറിഞ്ഞത്. തുടർന്നാണ് കുങ്കിയാനകളൊക്കെ അടക്കം അതിന്റെ സമീപ പ്രദേശത്ത് വിന്യസിക്കുകയും RRT ടീം പൂർണ്ണമായും ഇവിടേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തിരിക്കുന്നു. മയക്കുവെടി വെക്കുന്നതിനുള്ള ഫോറൻസിക് ഈ സർജന്മാരടക്കം, വെറ്റിനറി സർജന്മാർ അടക്കം ഈ സ്ഥലത്ത് ഉണ്ട്. അവർ മയക്കുവെടി വെക്കുന്നതിനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ വലിയ ബന്ദോബസ്ത് സ്ഥലത്ത് ഉണ്ട്. ഒപ്പം റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഈ നടപടിക്രമങ്ങൾ മുഴുവൻ വീക്ഷിക്കുന്നതിനായി അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. ആളുകളുടെ വാഹനങ്ങൾ ഈ ദേശീയപാതയിൽ നിർത്തിയിടുന്നതിനിപ്പോൾ അനുമതിയില്ല. വാഹനങ്ങൾ വളരെ വേഗം കടത്തിവിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഏത് സമയത്തും ഈ കാട്ടിൽ നിന്നും ആന പുറത്തേക്ക് എത്താനുള്ള ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം വാഹനത്തിൽ അനൗൺസ്മെന്റ്, ഈ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് കൃത്യമായ ഇടവേളകളിൽ. കാരണം ജനങ്ങൾ പുറത്തേക്ക് വീടിന്റെ കാര്യമായി ഇറങ്ങരുത്, ഒപ്പം കാട്ടിലേക്ക് വിറക് ശേഖരിക്കുന്നതിനോ പുല്ല് വെട്ടുന്നതിനോ മറ്റും പോകരുത് എന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ദൗത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഏത് നിമിഷവും ഇനി ദൗത്യം നടക്കാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും വെടിവെക്കാൻ പാകത്തിനുള്ള ഒരു ദൂരത്തിൽ ആനയെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ വെടിവെക്കാൻ പര്യാപ്തമായ രീതിയിൽ ആന ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ദൃശ്യപരിധിയിൽ ആന ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. പക്ഷേ ഈ നടപടിക്രമങ്ങൾ നീണ്ടുപോവുകയും വൈകുന്നേരത്തോടുകൂടി വീണ്ടും ആന കാട് കയറുന്ന ഒരു അവസ്ഥയിലേക്കും നീങ്ങിയാൽ വരും ദിനങ്ങളിൽ നാളെയുമൊക്കെ വലിയ പ്രതിഷേധത്തിന് തന്നെയാവും വയനാട് സാക്ഷ്യം വഹിക്കുക. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ എങ്ങനെയും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി മുത്തങ്ങയിലേക്ക് നീക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്. തീർച്ചയായും MS അനീഷ് കുമാറാണ് ഇത് സംബന്ധിച്ച വാർത്താ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അനീഷ്, വലിയ ദൗത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഈ വാർത്തയിലേക്ക് ഏത് നിമിഷവും തിരിച്ച് വരേണ്ടതുണ്ട്.
രണ്ട് സംസ്ഥാനങ്ങൾ ചേർന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. 15-നകം തന്നെ അത്തരം ഒരു കമ്മിറ്റി രൂപീകരിച്ച് യോഗം ചേരും. 3 വനം ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് മനമുക്കിൽ സ്പെഷ്യൽ സെൽ ആരംഭിക്കും. വയനാട്ടിൽ സ്പെഷ്യലായി 2 RRT കൂടി രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പിന്നെ ഇപ്പോൾ ഈ ആന ഈ അതിർത്തിയിലാണുള്ളത്. കേരള കർണാടക അതിർത്തിയിലാണ് ഇപ്പോൾ ഈ ആനയുള്ളത്. ആന നേരത്തെ നമ്മുടെ കേരള ജനവാസ മേഖലയിൽ നിന്നും ഒരു 500 മീറ്റർ പുറകോട്ട് കർണാടക വനമേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. അത് കേരള വനം വകുപ്പ് ആ ആനയെ അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ വെടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ വനം വകുപ്പിന്റെ ആസ്ഥാനത്ത് നിന്നും ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടുണ്ട്. ഇതാണ് ഇന്ന് നമ്മളെടുത്ത ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ആന ഇപ്പൊ നിൽക്കുന്നത് വന്നത് ഈ വനമേഖലയോട് ചേർന്നിട്ടാണ്. കർണാടകം പറയുന്നത് ആ ബൗണ്ടറിലേക്ക് കടന്നാൽ വെടിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ്. വെടിവെക്കേണ്ട സാഹചര്യമുണ്ടോ ഇല്ലേ? അല്ല, വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം ഇങ്ങനെയാണ്. അതേസമയം വയനാടിന് പുറമേ മറ്റ് പല ജില്ലകളിൽ നിന്നും ഇത്തരം ആനയുടെ ആക്രമണ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ എറണാകുളം കുട്ടമ്പുഴ വെള്ളാരംകുത്തിൽ കാട്ടാനക്കൂട്ടം വീട് തകർത്തു എന്ന വാർത്ത കൂടിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വെള്ളാരംകുത്ത് മുകൾ ഭാഗത്ത് താമസിക്കുന്ന ശാരദിയുടെ വീടാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. ഇന്ന് പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. സംഭവ സമയത്ത് വീട്ടിൽ ഇല്ലാത്തതിനാൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്ന് ശാരദ രക്ഷപ്പെടുകയായിരുന്നു. മറ്റൊരു വീടിന്റെ അടുക്കള വാതിലും ആനകൾ തകർത്തിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പകൽ വാർത്ത ഇനി മറ്റു ചില റിപ്പോർട്ടുകളിലേക്കാണ് പോകുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം നിയമസഭ നാളെ ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ സഭാ സമ്മേളനം 15-ന് പൂർത്തിയാക്കും. CPI വകുപ്പുകൾക്ക് ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തത് മന്ത്രിമാർ തന്നെ ചർച്ചയിൽ ഉന്നയിച്ചേക്കും. അതേസമയം വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾ അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഡൽഹിയിൽ നടന്ന കേന്ദ്രവിരുദ്ധ സമരത്തിന് ശേഷമാണ് നിയമസഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കുന്നത്. 15-ാം തീയതി വരെയായിരിക്കും സഭാ സമ്മേളനം നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാലാണ് സമ്മേളനം 15-ാം തീയതി വരെയായി വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. നാളെ CPI മന്ത്രിമാർ തങ്ങളുടെ വകുപ്പുകൾക്ക് വേണ്ടത്ര പരിഗണന ബജറ്റിൽ ലഭിച്ചില്ല എന്ന വിമർശനം, പരിഭവം സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. വനം, റവന്യൂ, അതോടൊപ്പം തന്നെ ഭക്ഷ്യ വകുപ്പുകളായിരിക്കും ഇത് സംബന്ധിച്ച പരാതികൾ ഉന്നയിക്കുക. അതിന്മേൽ ബജറ്റ് ചർച്ചയിൽ മറുപടി നൽകുന്ന ധനമന്ത്രി ഈ 3 വകുപ്പുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള അവരുടെ പരിഭവം തീർക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കും എന്നും വിലയിരുത്തലുണ്ട്. അതോടൊപ്പം വയനാട്ടിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ അത് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി സഭയിൽ കൊണ്ടുവരാനാണ് സാധ്യത. സമരാഗ്നിയുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിപക്ഷം നയിക്കുന്ന മാർച്ച്, സമരാഗ്നി അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോഴിക്കോട് നിന്ന് വിമാനമാർഗം തിരുവനന്തപുരത്തെത്തി അടിയന്തര പ്രമേയ അനുമതിയിൽ അല്ലെങ്കിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ഉള്ള നീക്കം നടത്തി. അതിനുശേഷം സഭയിൽ നിന്ന് തിരികെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് കോഴിക്കോടേക്ക് തന്നെ മടങ്ങുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തായാലും സഭയിൽ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം പ്രതിപക്ഷം ഈ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യവുമായി നടുത്തളത്തിൽ ഇറങ്ങാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. എന്തായാലും 4 ദിവസമായിരിക്കും സഭാ സമ്മേളനം. ബജറ്റിന്മേലുള്ള ചർച്ച നടക്കുക. അതിനുശേഷം സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. വയനാട്ടിലെ ആനയുടെ ആക്രമണത്തിൽ പ്രതിപക്ഷം ഇപ്പോൾ തന്നെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. മാത്രവുമല്ല, മരിച്ച കർഷകന്റെ കുടുംബം, അതോടൊപ്പം തന്നെ പ്രദേശവാസികളെല്ലാം ഇപ്പോൾ സർക്കാരിന് എതിരായ പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും എന്നത് ഉറപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ CPIM സംസ്ഥാന സമിതി യോഗം തുടരുകയാണ്. ഇന്നും നാളെയുമായാണ് ഈ യോഗം.
കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനങ്ങളുടെ റിപ്പോർട്ടിംഗ് ആണ് പ്രധാനപ്പെട്ട അജണ്ട. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ ഉടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാനാണ് CPIMന്റെ തീരുമാനം. അതേസമയം തിരുവനന്തപുരത്ത് തുടരുന്ന CPI സംസ്ഥാന കൗൺസിലിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ചർച്ചയുണ്ടാകും. സർക്കാരിനും മുഖ്യമന്ത്രിക്കും രൂക്ഷ വിമർശനമാണ് സംസ്ഥാന കൗൺസിലിൽ ഇന്നലെ ഉയർന്നത്. പ്രധാനമായും CPI ഭരിക്കുന്ന വകുപ്പുകൾക്ക് ബജറ്റിൽ വിഹിതം കുറഞ്ഞുപോയി എന്ന പരാതിയാണുള്ളത്. അതിൽ തന്നെ ഭക്ഷ്യവകുപ്പിനുള്ള വിഹിതം വളരെ കുറഞ്ഞു എന്ന ആരോപണവും ആക്ഷേപവും CPIയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. പരോക്ഷമായി ആ കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം CPIയുടെ യോഗങ്ങൾ നടന്നിരുന്നു. അതിൽ തന്നെ മന്ത്രി GRLന്റെ ഭാര്യ മുൻ MLA ആയിട്ടുള്ള ലതാദേവി അവർ ഉന്നയിച്ച ഒരു കാര്യം 13 സബ്സിഡി സാധനങ്ങൾ കടകളിൽ ലഭിക്കുന്നില്ല. താനും ഒരു വീട്ടമ്മയാണ്. താൻ ഇങ്ങനെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ചെല്ലുമ്പോൾ തനിക്ക് ഈ സാധനങ്ങൾ ലഭിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് കത്തെഴുതി GRLന്റെ കൈയക്ഷരം നന്നായി എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം CPI യോഗത്തിൽ പറഞ്ഞത്. ഇത്തരത്തിൽ വലിയ വിമർശനമുണ്ട്. ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. CPM നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇനിയുള്ള ചർച്ചകളിൽ ഈ കൂടുതൽ വിഹിതം പ്രത്യേകിച്ച് സപ്ലൈകോയ്ക്ക് കിട്ടുമോ ഇല്ലയോ എന്നതിൽ വ്യക്തതയില്ല. മറ്റൊന്ന്, ഇന്ത്യ മുന്നണി സമരം കഴിഞ്ഞ ദിവസം, അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഡൽഹിയിൽ വലിയ സഹകരണം CPMന്റെ സമരത്തിനുണ്ടായി. ഇവിടെ കോൺഗ്രസ് വിട്ടുനിൽക്കുമ്പോഴാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുള്ള നേതൃത്വം അവിടെ CPM സമരത്തിന്റെ ഭാഗമായത്. ഇത് ഭരണപക്ഷവും വലിയ ആയുധമാക്കും. ഇവിടെ കോൺഗ്രസ് വിട്ടുനിന്നതിനെ BJP സർക്കാരിനെതിരെയുള്ള സമരത്തിൽ നിസ്സഹകരണം സ്വീകരിച്ചതിനെ സ്വാഭാവികമായും എതിർത്തുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും ഭരണപക്ഷം സഭയിൽ സ്വീകരിക്കുക. ഇത്തരം യോഗങ്ങൾക്കിടയിലാണ് വീണ വിജയനുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ പുരോഗമിക്കാൻ പോകുന്നത്. SFIO അന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സമർപ്പിച്ച ഹർജി നാളെ പരിഗണിക്കും. കേസുമായി ബന്ധപ്പെട്ട 3 സുപ്രധാന ഹർജികൾ ആണ് കേരള, കർണാടക ഹൈക്കോടതികളിൽ എത്തുന്നത്. CMRLും എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ SFIO അന്വേഷണം ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജിയാണ് കേരള ഹൈക്കോടതി പരിഗണിക്കുന്നത്. മാസപ്പടി കേസിൽ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുമേഖലാ സ്ഥാപനമായ KSIDC നൽകിയ അപ്പീലും നാളെ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരും. അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക് കമ്പനി ഹർജി നൽകിയിട്ടുള്ളത്. ഇതും നാളെ തന്നെ പരിഗണിക്കും. മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തന്റെ കമ്പനി എക്സാലോജിക്കിന് വേണ്ടി ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഈ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ അന്വേഷണം തുടരുകയാണ്. ഈ അന്വേഷണത്തിന് എതിരെയാണ് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി CMRLന്റെ ഓഫീസിലും അതോടൊപ്പം തന്നെ KSIDC ഓഫീസിലും അടക്കം പരിശോധന നടത്തുകയും ചില രേഖകളെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി CMRLനും KSIDCക്കും ഒപ്പം തന്നെ എക്സാലോജിക്കിനും വീണ വിജയനും നേരത്തെ SFIO ഓഫീസിൽ നിന്ന് സമൻസ് അടക്കം അയച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വസ്തുതകളെല്ലാം തന്നെ പരിശോധിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഇത് സമൻസ് അയച്ചിരുന്നത്. ഇതിൽ CMRLന്റെയും KSIDCയുടെയും എല്ലാം പരിശോധനകളും അതോടൊപ്പം തന്നെ വിവരശേഖരണമെല്ലാം പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിൽ ഇനി അടുത്തത് എക്സാലോജിക് എന്ന ഓഫീസിൻ്റെ പരിശോധനകളും ഒരു പക്ഷേ വീണ വിജയനെ അടക്കം ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും മുന്നിൽ നിൽക്കുകയാണ്. ഈ അന്വേഷണത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. കേസ് തിങ്കളാഴ്ച നാളെയാണ് ഇത് കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുതകൾ എന്ന് പറയുന്നത് ഇത് വളരെ രാഷ്ട്രീയമായി തന്നെ ഗുരുതരമായ ആരോപണമായി സംസ്ഥാനത്ത് ഇത് മാറുന്നു. വലിയ കത്തുന്ന വിഷയമായിട്ട് മാറുന്ന ഈ ഒരു അവസ്ഥയിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളടക്കം മുറുകുന്നത് എന്നതാണ്. നാളെ തന്നെ കേരള ഹൈക്കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് പരിഗണിക്കുന്നുണ്ട്. അത് KSIDC ഈ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അടക്കം കോടതിയിലേക്ക് എത്തിയ വസ്തുതയാണ്. നേരത്തെ ഇത് പരിഗണിക്കുമെന്ന ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി ചോദിച്ചത് എന്തുകൊണ്ട് അന്വേഷണത്തെ ഭയക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്താണ് മറച്ചു വയ്ക്കാനുള്ളത് എന്നതടക്കമുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു.
KSIDCക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട് എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് അത് നാളേക്ക് പരിഗണിക്കാനടക്കം മാറ്റിയിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിലും ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പരാമർശങ്ങളടക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കടക്കം കാരണമായേക്കാം. എന്തായാലും SFIOയുടെ അന്വേഷണം ഇപ്പോൾ അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയുള്ള ഹർജി നാളെയാണ് പരിഗണിക്കുന്നത്. ഡാൻ, ഇപ്പോഴിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഇത് നിയമപരമായി മാത്രമല്ല രാഷ്ട്രീയമായും വളരെ പ്രധാനപ്പെട്ട ഒരു കേസായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനവും ആരംഭിക്കുകയാണ്. കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പരാമർശങ്ങൾ, അത് വാക്കാൽ പരാമർശങ്ങൾ ആയാൽ പോലും അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുവാനുള്ള സാധ്യതയാണ് മുന്നിൽ ഉള്ളത്. പകൽ വാർത്തയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ഞങ്ങൾക്ക് അത്യധികം അഭിമാനവും സന്തോഷവും പകരുന്ന നിമിഷമാണ്. ന്യൂസ് 18 പാടം 4 പരിപാടിയിലൂടെ കേരളത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നെത്തിയ നിഖിലിനെ കാണാൻ ഇന്ന് ഷെഫ് പിള്ളയെത്തി. കൈനിറയെ പാചക സാമഗ്രികളും ഷെഫ് കോട്ടും എല്ലാം ആയി. കേരളം നിറഹൃദയത്തോടെ കേട്ട നിഖിലിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടായ ദിവസമാണ് ഇത്. നിഖിൽ തയ്യാറാക്കിയ നൂഡിൽസ് രുചിച്ച് നിഖിലിനെ കെട്ടിപ്പിടിച്ച് ലോകത്തെ ഏറ്റവും ഖ്യാതിയുള്ള ഷെഫ് ആകട്ടെ എന്ന് ആശംസിച്ചാണ് ഷെഫ് പിള്ള മടങ്ങിയത്. നിഖിലിന്റെ വീട്ടിലേക്ക് ഷെഫ് സുരേഷ് പിള്ള എത്തുവാണ്. അപ്പം സ്വപ്ന തുല്യമാണ് നിഖിലിന് ആ കാര്യം. ഹലോ നിഖിൽ, ഹായ്, നമസ്കാരം. ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു സംഭവം വന്നു. അതുപോലെ അന്ന് മുതൽ ഇങ്ങനെ കാണാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നാണ് ദിവസം ഒത്തതും. ഗിഫ്റ്റ് ഒക്കെ ഇത് ഒഫീഷ്യലി നമ്മുടെ റെസ്റ്റോറന്റ് ഷെഫ് പിള്ളയുടെ ഷെഫ് ആവാൻ പോകുന്ന പുള്ളിയുടെ യൂണിഫോംസ് ആണ്. ഇരുന്നോ ഇരിക്കേ നിഖില, ഇത് ഒരു സ്വിസ് മെയ്ഡ് നൈഫ് സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു അതുകൂടാണ്ട് അവരുടെ ഒരു സ്പെഷ്യൽ ചോപ്പിംഗ് ബോർഡാണ്. ഒരു ഷെഫിന് വേണ്ട സംഭവങ്ങളെല്ലാം ഉണ്ടാവും ഇതിനകത്ത്. അത് കഴിഞ്ഞ് വേറെ 2 സാധനങ്ങളൊക്കെ കുറെ ആൾക്കാർ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാൻ വരുന്നുണ്ട്. 2 എനിക്ക് പാലക്കാട് നിന്നും കൊച്ചിയിൽ നിന്നുള്ള ഇതൊരു ഗെറ്റ് കിച്ചൺ പാലക്കാട് ഒരു സ്പെഷ്യൽ, അല്ല ഇത് കൊച്ചിയിൽ നിന്നാണ് കിട്ടിയത്. ഇതൊരു സ്പെഷ്യൽ കടായിയാണ്, അയൺ കാസ്റ്റ് അയന്റെ. നമ്മുടെ ഒരു ചട്ടിയാണ്, പക്ഷെ ഇതൊരു സ്പെഷ്യലി മെയ്ഡ് സംഭവമാണ്. ഷെഫുമാർക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനം. സുരേഷ് ചേട്ടൻ അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായി, നിഖിലിനെ ഞങ്ങൾ ഇങ്ങനെ എടുക്കുവാന്നതേ. വന്നു വീട്ടിൽ വന്ന് എടുക്കുവാ. നിഖിലൊരു വാഗ്ദാനം തന്നിട്ടുണ്ടായിരുന്നു, നിഖിലിന്റെ ഒരു സ്പെഷ്യൽ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് എല്ലാം ഇട്ടൊന്ന് റെഡി ആയിട്ട് വന്നേ. അപ്പൊ സാർ എന്താണ് അമ്മയോട് പറയാനുള്ളത്? ഇവിടെ വന്ന് കണ്ടപ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? വന്ന് കണ്ടപ്പം കണ്ടതിൽ കൂടുതൽ ഭയങ്കര സന്തോഷം. കാരണം നമ്മളത് ടിവിയിലൂടെ മാത്രം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഇതൊക്കെയാണ് കണ്ടത് നിഖിലിന്റെ കഥ. ആൻഡ് ദ വേ നിഖിൽ ഇത് പ്രശ്നങ്ങളാണ് ഉപരി ഇതിനെ പ്രശ്നങ്ങൾ എങ്ങനെ നമ്മളൊരു എല്ലാവരുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും, അതിനെങ്ങനെ കോൺഫിഡന്റോടെ മുന്നോട്ട് കൊണ്ടുപോകാം, അതൊക്കെ ആ ഒരു നോട്ട് അത് റോൾ മോഡലായിട്ട് നിഖിൽ മാറി. അതുകൊണ്ടാണ് ഞാൻ അന്ന് നിഖിലിനോട് പറഞ്ഞത്, നിഖിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ട. ഒത്തിരി ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യണം. ആസ് എ റോൾ മോഡൽ പോലെ ഒരു മലയാളി യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരു മാതൃകയായിട്ട് നിൽക്കേണ്ട ഒരാളാണ്. 3 വർഷത്തെ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ അതിന്റെ ഇടയിൽ ഇവർക്ക് കുറെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കിട്ടും. അതുപോലെ പിന്നെ ഒരു ഹയർ സ്റ്റഡീസിന് ലണ്ടനിലോ സ്വിറ്റ്സർലൻഡിലോ നല്ല വലിയ അക്കാഡമി ഉണ്ട്, അവിടെയൊക്കെ പോയി പഠിക്കാൻ പറ്റിയേക്കാം. മനസ്സിലായില്ലേ? ശരി, ഇനി ഞാൻ നൂഡിൽസ് കൂടെ കഴിച്ചേക്കാം അല്ലേ? അതെ. അപ്പം നിഖിലിന്റെ കിച്ചണിലേക്ക് ഷെഫ് പിള്ള പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവരൊക്കെ ഇത്രയെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നായിക്കാണ്. ഇപ്പോഴത്തെ പിള്ളേർ എല്ലാം ഉണ്ടാക്കി കൊടുത്ത മുമ്പ് വെച്ചിട്ട് എല്ലാവരുടെയും ടേബിളിൽ കിട്ടണം ഭക്ഷണം. എന്നാലും എനിക്ക് നിഖിലിനോട് ചോദിക്കണ്ടേ, നിഖിലിന് എന്തെല്ലാം പറയായിരുന്നു? വേണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്, വേണമെങ്കിൽ പറഞ്ഞ പോലെ എനിക്കൊരു IPS ഓഫീസർ, ഒരു പോലീസ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിൽ ഒരു ഉന്നത ഉദ്യോഗം വേണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വേറെ എന്തെല്ലാം പ്രൊഫഷൻസ് ഉണ്ട്, എനിക്ക് ഇന്ത്യൻ മിലിറ്ററിയിൽ വേണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആഗ്രഹിക്കായിരുന്നു. വൈ യു ഷെഫ്? അത് വെറുതെ ഒരു ന്യൂഡിൽ ഉണ്ടാക്കിക്കൊണ്ട് മാത്രം ഒരാൾക്ക് ഷെഫ് ആവണമെന്നില്ല. എന്തുകൊണ്ടാണ്? എനിക്കത് അന്ന് തൊട്ടേ നേരിട്ട്, പിന്നെ ഫോണിൽ വേണ്ട, നേരിട്ട് കാണുമ്പോൾ ചോദിക്കും നിഖിലിന് എന്താണ് ശരിക്കും ഷെഫ് ആവണമെന്നൊരു ആഗ്രഹം തോന്നാൻ കാര്യം എന്താ? ആഹാരം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതെന്തുകൊണ്ട് നമുക്കൊരു ഫുഡ് എന്തുകൊണ്ട് ഒരു പ്രൊഫഷൻ ആക്കി കൂടാ എന്ന് തോന്നിയോണ്ട് തന്നെയാണ് ഞാൻ
ഷെഫിലോട്ട് തന്നെ പോവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് പഠിത്തത്തിൽ ഒരു 100% ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്തായി അവിടെ? സംഭവം മിസ്റ്റേക്ക് ചെയ്ത് വെച്ചേട്ടാ. ഇത് പ്രോപ്പർ ഇത് ഒരു നൂഡിൽ ആദ്യം ബോയിൽ ചെയ്ത് ആദ്യം വേവിച്ച് വെറുതെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് എണ്ണിട്ട് പാൻ എടുക്കുക. ആ സെയിം പാനിൽ തന്നെ എടുത്തിട്ട് വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്ന് ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇത് ക്യാരറ്റും നമ്മൾ ഇത്ര പേരല്ല, ഒരുപാട് പേര് അപ്പൊ ഇതിപ്പം ക്യാരറ്റും ബീൻസും സവാളയും ഇത് മൂന്നും ഫസ്റ്റ് ഞാൻ ഇടും. ക്യാപ്സിക്കം അധികം വേവിന്റെ ആവശ്യം ഇല്ല. ഞാൻ അതുകൊണ്ട് തന്നെ ക്യാപ്സിക്കം നൂഡിൽസ് എല്ലാം സ്റ്റേജ് എല്ലാം കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം എടുത്ത് ഞാനത് അങ്ങനെയാണ് കറക്റ്റ് ആണോന്ന് അറിയാം. അതെ അതെ അതെ. അതുകൊണ്ട് നിഖിലിനെ ചെയ്യാം. അതാ ക്യാരറ്റ് ഇട്ടു, ക്യാരറ്റും ബീൻസും സവോളയും വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അതെ, ഞാൻ കണ്ടുപിടിച്ചത് മിക്കവാറും ആശയത് പോയി. ഞാൻ ട്രൈ ചെയ്യും, നല്ലതാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു ഷെഫ് ഇത്രയും നമ്മുടെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഷെഫ്മാരിൽ ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം റെസിപ്പി ചെയ്യാൻ പറ്റാത്ത ഒരു ഭാഗ്യം. അത് ഒരു 18 വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയായിരിക്കില്ലേ. അമ്മയ്ക്ക് നിൽക്കാൻ ഒത്തിരി പ്രശ്നമുണ്ട്, എങ്കിലും അമ്മ നോക്കിയ ചായ വന്ന് നിൽക്കുകയാണ്. ഇവിടെ അങ്ങോട്ട് പോയി ഇരിക്കുന്നില്ല, ഇവിടെ തന്നെ നിന്ന് ഇതൊക്കെ കാണുകയാണ്, കണ്ണ് നിറഞ്ഞ് കണ്ടോണ്ടിരിക്കുകയാണ്. ചേട്ടാ എല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുകയാണ്. ഇതാ ഷെഫ് സഹായത്തിനുണ്ട്. എന്റെ ഈശ്വര, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ പാത്രമൊക്കെ ഞാനിവിടെ വന്നിട്ട് മീനൊക്കെ വാങ്ങിച്ച് ഇതിലുണ്ടാക്കി, പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല. അമ്മ പറഞ്ഞത് കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ പാത്രത്തിലൊക്കെ തൊടുന്നു ഷെഫ്. ഭയങ്കര സന്തോഷത്തില്. എനിക്ക് വിശ്വസിക്കാനൊന്നും ജസ്റ്റ് ഒന്ന് വേവണം നന്നായിട്ട്. ഈ ഒരു ഞാൻ ക്യാപ്സിക്കം വേവിക്കത്തില്ല, ഇതൊന്ന് അത് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യും. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരിക. വേണമെങ്കിൽ ക്യാപ്സിക്കം വേവിക്കാം, ഇറ്റ്സ് ഓപ്ഷണൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പകുതി വേവ് വേണമെങ്കിൽ കൊടുക്കാം. അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ക്രിസ്പി ആയിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യു ക്യാൻ ലാസ്റ്റിൽ നിങ്ങൾക്ക് നൂഡിൽസ് എല്ലാം ഉണ്ടാക്കി സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇടാവുന്നതേ ഉള്ളൂ. റെഡിയായി. ഇനി എന്താ ഈ മുട്ട ചേർക്കും? ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വന്നോന്ന് അറിയില്ല. നമുക്ക് പകുതി കഥയുണ്ടായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയത് നൂഡിൽസ് 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി പോയി. അല്ലെങ്കിൽ അത് കാരണം ഇത് വളരെ ഈസി. നിങ്ങൾ അടുക്കളയെ കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനല്ലെങ്കിൽ സാർ അവിടെ ഇരുന്നിട്ട് ഞാൻ അവിടെ പോയി കൊടുക്കാന്നുണ്ടാക്കി കൊടുത്തിട്ട് വെച്ചാണ്. സ്നേഹം വാരി വിതറ നമ്മളെപ്പോഴും അങ്ങനെ ഒരുപാട് മുട്ട ഒഴിക്കാൻ വേണം. ഒരു നിമിഷം ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുണ്ടായി കഴിഞ്ഞാൽ ഒരു സൈഡ് അപ്പം ആ കറക്റ്റ് ഇത്, അല്ലെങ്കിൽ ഇതിന്റെ മേലെ ഇത് കുക്കാവാൻ പാടായിരിക്കും. ഇതിങ്ങനെ ആക്കി ഒരു പൊടിക്കെണ്ണ ഒഴിക്കും. അതായത് ആദ്യത്തെ ഒരു പൊടിക്കെണ്ണ ഒഴിച്ചോ, നടുക്കൊഴിച്ചോ. ഇനി അത് പൊട്ടിച്ചതിനകത്ത് ഒഴിച്ചോ. ജസ്റ്റ് നടുക്കിട്ടോ, നടുക്ക് മാത്രം വരും. ബുൾസൈ പോലെ. അതെ, ഇതാകുമ്പോ കറക്റ്റായിട്ട് കുക്കാവും. ഞാൻ ഒഴിച്ചിരിക്കാം. ഇപ്പോൾ പ്ലേറ്റ് ചെയ്യട്ടെ. എല്ലാവർക്കും റെഡി. താങ്ക് യു. ഇതേ അങ്ങനെ ഫസ്റ്റ് നിഖിൽ ഒഫീഷ്യലി കുക്ക് ചെയ്ത ഞാൻ അന്ന് വെറുതെ വീഡിയോയിൽ പറഞ്ഞാണ്, കണ്ടപ്പോൾ ലൈവായിട്ട് നിന്റെ സ്പെഷ്യൽ നൂഡിൽസ് എനിക്ക് ഉണ്ടാക്കി തരണത്. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കുറെ നേരം എടുത്ത് 5 മിനിറ്റ് കൊണ്ട് എടുക്കേണ്ട സാധനം പുള്ളി 2 മിനിറ്റ്സിലൊക്കെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന നൂഡിലാണ്. നമുക്കിത് ഭംഗിയോടെ അതിന്റെ ഇടയ്ക്ക് അവന്റെ ലൈഫ് സ്റ്റോറി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്ത് തന്നതാണ്. നൂഡിൽ ബോയിൽ ചെയ്ത് മാറ്റിയിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ക്യാരറ്റും ഓണിയനും ബീൻസും ഇട്ട് സോട്ട് ചെയ്ത് പിന്നെ നൂഡിലിട്ട് മുട്ട ചിക്കി ക്യാപ്സിക്കം ഗാർണിഷ് ചെയ്ത് തന്നെയാണ്. ഓക്കെ, നമുക്ക് കഴിക്കാം. പിന്നെ എല്ലാ പ്രേക്ഷകരെയും സാക്ഷി നിർത്തി നിഖിലിന്റെ സ്പെഷ്യൽ നൂഡിൽ നമ്മൾ കഴിക്കുകയാണ്. ഈ ഹാപ്പിനെസ് നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അടിപൊളി, കഴിക്കൂ. സൂപ്പർ. ഈ ഒരു നൂഡിൽസിനും ഈ കാണുന്ന ഭംഗിയെക്കാട്ടുള്ള ഒരുപാട് കഥ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. പുള്ളി ഒരു ഷെഫ് ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഡ്രീമിലേക്ക് പോവുകയാണ്. അപ്പൊ അത് താങ്ക് യു സോ മച്ച് നിഖിൽ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഓൾ ദ ബെസ്റ്റ്. യു വിൽ ബി എ ഗ്രേറ്റ് ഷെഫ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ ഒരു നിഖിൽ ഇപ്പൊ 18 വയസ്സേ ഉള്ളൂ. ഒരു 30 വയസ്സൊക്കെ എത്തുമ്പോൾ തന്നെ, അതിനു മുമ്പ് തന്നെ ഇനി ഒരു 12 വർഷം കൊണ്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ഷെഫ് ആവേണ്ട ഉത്തരവാദിത്വം ഇനി നിഖിലാണ്. ബാക്കിയൊക്കെയുള്ള നമുക്ക് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനേ പറ്റും. സോ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി.
ഒരു ഏറ്റവും നല്ലൊരു ഷെഫായിട്ട് അദ്ദേഹം അറിയപ്പെടട്ടെ. ഈ വാക്കുകളല്ലേ. താങ്ക് യു സോ മച്ച്. ഹാപ്പി സൺഡേ. എല്ലാവരും സൺഡേ എൻജോയ് ചെയ്യാം. താങ്ക് യു. നേരത്തെ ഷെഫ് സുരേഷ് പിള്ള സൂചിപ്പിച്ചതുപോലെ മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി നിഖിലിന്റെ ആഗ്രഹം ഷെഫാവുക എന്നതാണ്. അതിന് ഏറ്റവും മികച്ച, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അക്കാദമിയിൽ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം അടക്കം ചെയ്തു കൊടുക്കാം എന്നാണ് ഷെഫ് സുരേഷ് പിള്ളയുടെ ഉറപ്പ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥാപനത്തിൽ ജോലിയും ട്രെയിനിങ്ങും എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന അവസരവും നൽകുന്നു. മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജില്ല രൂപീകൃതമായി 39 വർഷം പിന്നിടുമ്പോഴും ആരോഗ്യ മേഖലയോട് കാണിക്കുന്ന അവഗണനയിൽ പ്രക്ഷോഭം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് എയിംസ് ജനകീയ കൂട്ടായ്മ. കാസർഗോട്ടെ ആരോഗ്യ മേഖലയോട് സർക്കാരിന്റെ കടുത്ത അവഗണന തുടരുന്നതിനിടെയാണ് എയിംസ് കാസർഗോഡ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കാൻ ജനകീയ കൂട്ടായ്മ ഒരുങ്ങുന്നത്. ജില്ല രൂപീകൃതമായിട്ട് 39 വർഷം പിന്നിടുമ്പോഴും ആരോഗ്യമേഖല നേരിടുന്നത് കടുത്ത വെല്ലുവിളിയാണ്. ഗുരുതരാവസ്ഥയിലായ രോഗികൾക്ക് ഏക ആശ്രയം മംഗളൂരുവിലെ ആശുപത്രികളാണ്. ഗതാഗത തടസ്സമില്ലെങ്കിൽ പോലും ജില്ലയുടെ മലയോര മേഖലകളിൽ നിന്ന് മംഗളൂരുവിലെത്താൻ 2 മണിക്കൂറിലധികം വേണ്ടിവരും. ഇതുമൂലം ഗുരുതരാവസ്ഥയിലായ രോഗികൾക്ക് മികച്ച ചികിത്സ കിട്ടാതെ മരിക്കുന്ന സാഹചര്യമാണ്. കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്താനും സമാന സാഹചര്യമാണ്. 2 പതിറ്റാണ്ടിലധികം കാസർഗോട്ടെ 12,000 ഏക്കർ ഭൂമിയിൽ എൻഡോസൾഫാൻ വിഷം ആകാശമാർഗം തളിച്ചതിന്റെ ഫലമായി സമാനതകളില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവിടുത്തെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് പ്രപ്പോസലിൽ ജില്ലയുടെ പേരും ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നത്. എയിംസ് എന്നുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് വളരെ അത്യാവശ്യമായ ഒരു ആശുപത്രി ശൃംഖലയാണ്. കാരണം പഠനവും അതുപോലെ തന്നെ ഗവേഷണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എയിംസ് കിട്ടുവാണെങ്കിൽ നമ്മുടെ ഇത്തരം കുട്ടികളുടെ തുടക്കത്തിൽ തന്നെ ഇവരുടെ അസുഖം എന്താണെന്നും പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും സാധിക്കും. ഇപ്പം ഗവൺമെൻറ് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ ഓരോ ഘട്ടമായിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ജില്ലയിൽ തന്നെ വിദഗ്ധമായ ഒരു ചികിത്സാ സംവിധാനമാണ്. വിഷയം ചൂണ്ടിക്കാട്ടി നിരവധി തവണ സർക്കാരിന് മുന്നിൽ നിവേദനങ്ങളും പരാതികളും നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ആക്ഷൻ കമ്മിറ്റി പറയുന്നു. നിലവിൽ കോഴിക്കോട്, കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളാണ് എയിംസ് പ്രപ്പോസലിൽ പരിഗണനയിലുള്ളത്. എൻഡോസൾഫാൻ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ജില്ലയിൽ തന്നെ ആവശ്യമായ മികച്ച ചികിത്സ നൽകാനും പഠനവും ഗവേഷണവും നടത്താവുന്ന തരത്തിൽ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സാഹചര്യമൊരുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. പകൽ വാർത്ത ഇനി ദേശീയ വാർത്തകളിലേക്കാണ് കടക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ കമൽനാഥ് BJPയിൽ ചേരുമെന്ന അഭ്യൂഹം ശക്തമാണ്. കമൽനാഥിന് രാജ്യസഭാ സീറ്റും മകനും ചിന്ദ്വാഡ MPയുമായ നകുൽ നാഥിന് ലോക്സഭാ സീറ്റും കേന്ദ്രമന്ത്രി സ്ഥാനവും വാഗ്ദാനം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ഇന്നലെ ഡൽഹിയിൽ എത്തിയ കമൽനാഥ് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. മധ്യപ്രദേശിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കമൽനാഥ് ആവശ്യപ്പെട്ടു എന്നാണ് സൂചന. കേരള ഗാന വിവാദത്തിൽ വീണ്ടും പ്രതികരണവുമായി സാഹിത്യ അക്കാദമി ചെയർമാൻ K. സച്ചിദാനന്ദൻ. തികഞ്ഞ നിസ്സംഗതയോടെ തനിക്ക് പങ്കില്ലാത്ത പ്രവൃത്തികളുടെ കുരിശ് ഏറ്റെടുക്കുന്നുവെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. സെൻ ബുദ്ധിസവും ബൈബിളും തന്നെ പഠിപ്പിച്ചത് അതാണ് എന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ സച്ചിദാനന്ദൻ പറയുന്നു. തൻ്റേതല്ലാത്ത തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുക എന്നത് ഒരു മഹത് പ്രവൃത്തിയാണ്. അതാണ് ജീവനക്കാർ ചെയ്തത് എന്നും കുറിപ്പിൽ പറയുന്നു. പാകിസ്ഥാനിൽ ഭരണപ്രതിസന്ധി തുടരുന്നതിനിടെ 40 ബൂത്തുകളിൽ റീപോളിംഗ് പ്രഖ്യാപിച്ചു. ക്രമക്കേട് നടന്ന ബൂത്തുകളിൽ വ്യാഴാഴ്ച റീപോളിംഗ് നടത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾക്ക് വേഗം കൂട്ടിയിരിക്കുകയാണ് നവാസ് ഷെരീഫിന്റെ പാർട്ടിയായ PMLN. ബിലാവൽ ഭുട്ടോയുടെ PPPയെ ഒപ്പം കൂട്ടാനാണ് ശ്രമം. അതേസമയം ആരുമായും സഖ്യത്തിനില്ല എന്ന നിലപാടിലാണ് ഇമ്രാൻഖാൻ. പാകിസ്ഥാനിലെ രാഷ്ട്രീയ കക്ഷികൾ പക്വത കാട്ടണമെന്നും രാജ്യത്തിനായി ഒരുമിക്കണം എന്നുമാണ് പട്ടാളത്തിന്റെ ഉപദേശം. കൊല്ലം ചിതറയിൽ നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തുന്നതായി പരാതി. ചിതറ ഗ്രാമപഞ്ചായത്തിലെ കൊണ്ടോടി വാർഡിലാണ് 15 ഏക്കറോളം വരുന്ന പാടശേഖരം മണ്ണിട്ട് നികത്തുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ഒത്താശയോടെ കോറി മാഫിയയ്ക്ക് വേണ്ടി നെൽപ്പാടം മണ്ണിട്ട് നികത്തുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ചിതറയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറിയിലേക്കുള്ള വഴി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്
നികത്തൽ നടക്കുന്നത്. തണ്ണീർത്തടവും നെൽവയലും മണ്ണിട്ട് നികത്തി വഴി നിർമ്മിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. കരിങ്കൽ ക്വാറിയിലേക്ക് വലിയ വാഹനങ്ങൾ കയറ്റുന്നതിനായാണ് ഇപ്പോൾ നിലം നികത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നാട്ടുകാർക്ക് വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ വയൽ നടത്തുന്നത്. റോഡ് വികസനമെന്നും പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ ഇടിച്ച്, അതുപോലെ തന്നെ ഈ വയലുകൾ ഫുള്ള് നികത്തുകയും ചെയ്തത് കഴിഞ്ഞ വർഷം വരെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. അതാണ് ഇവർ നികത്തിയിട്ടിപ്പം തോട് ഉൾപ്പെടെ നികത്തിയത്. ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പ്രദേശമാണെന്നും തണ്ണീർത്തട പദ്ധതി പ്രകാരം കൃഷിക്കായി മാത്രം മാറ്റിവെച്ച ഭൂമിയാണ് നിയമവിരുദ്ധമായി നികത്തുന്നതെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ക്വാറി മാഫിയ 2 മാസം മുൻപ് റോഡിനോട് ചേർന്ന് കിടന്ന 10 സെന്റ് നെൽവയൽ ചിതറ ഗ്രാമപഞ്ചായത്തിന് എഴുതി നൽകിയിരുന്നു. ഇതിന്റെ മറവിലാണ് സൈഡ് വാളിൽ നിന്ന് ഉത്ഭവിച്ച വാമനപുരം ആറിലേക്ക് പോകുന്ന തോടിന്റെ ഒരു ഭാഗം ഉൾപ്പെടെ ക്വാറി മാഫിയ മണ്ണിട്ട് നികത്തിയിരിക്കുന്നതെന്നും ആരോപണമുണ്ട്. തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നത്, വയൽ മണ്ണിട്ട് നികത്തുന്നതിനെയാണ് നമ്മൾ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ റോഡ് ജനങ്ങൾക്ക് ആവശ്യമായിട്ട് നടന്നു പോകാനുള്ള റോഡും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഈ മണ്ണിട്ട് വയൽ നികത്തുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സമീപത്ത് ഒരു ക്രഷറും ക്വാറിയും പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്വാറിയിലത്തേക്ക് വലിയ ടോറസ് പോലുള്ള വാഹനങ്ങൾ കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ചെയ്യുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചിതറ പോലീസും മാങ്കോട് വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തി. അനധികൃതമായി ഇട്ട മണ്ണ് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. ന്യൂസ് 18 കൊട്ടാരക്കര. ഓണാട്ടുകരയിലെ ഓണമായ കുംഭഭരണി ഒരുക്കത്തിലാണ് ചെട്ടിക്കുളങ്ങര. ഉത്സവ ഒരുക്കത്തിൽ അതിവിശിഷ്ടമാണ് കഞ്ഞിസദ്യ. ആ വാർത്തയിലേക്കാണ് ഇനി. ചെട്ടികുളങ്ങരയിൽ ഈരേഴു വടക്ക് കരയുടെ കുതിരച്ചവിട്ടിലാണ് ഞാനുള്ളത്. ഇവിടെ കുതിരമൂട്ടിൽ കഞ്ഞിക്കുള്ള വിഭവങ്ങൾ ഒരുങ്ങുകയാണ്. വളരെ പ്രത്യേകതയുള്ള വിഭവങ്ങളാണ്. അസ്ത്രം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അല്പസമയത്തിനകം കഞ്ഞിസദ്യ ആരംഭിക്കും. ഇത് മുതിരയാണ്. ഇതൊക്കെ പ്രത്യേക ശൈലിയിലാണ് ഇതിൻ്റെയൊക്കെ നിർമ്മാണം. ഇതെങ്ങനെ ഉണ്ടാക്കുക, ഇതൊക്കെ ഈ ഓണാട്ടുകരയിൽ ചെട്ടികുളങ്ങരയിൽ മാത്രം വന്നാൽ കാണാൻ പറ്റുന്ന പ്രത്യേക തരത്തിലുള്ള നിർമ്മാണങ്ങളാണ്. തൊട്ടപ്പുറത്ത് പപ്പടം പറക്കുന്നുണ്ട്. മറ്റ് വിഭവങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ഈ കഞ്ഞി കുടിക്കുന്ന ഒരു രീതി അതേറെ പ്രത്യേകതയാണ്. നമുക്കതൊന്ന് കാണണം. അപ്പോൾ നമുക്ക് ആ കഞ്ഞി കുടിക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുതിരമൂട്ടിൽ കഞ്ഞി കുടിക്കുന്നതിന്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ഒരു സ്ഥലത്താണ്, അവിടേക്ക് നമ്മളിപ്പോൾ എത്തി. ചേട്ടാ, ഇതിന്റെ ഒരു എന്താ ഇത്, തട അല്ലേ? ഇത് തട എന്ന് വെച്ചാൽ ഓലയും കൊണ്ടുണ്ടാക്കിയ ഒരു ബെൽറ്റ് പോലൊരു സാധനം. ഇതല്ല, ഇലക്കകത്തിൽ കഞ്ഞി ഒഴിക്കും. ചൂട് കഞ്ഞി ഒഴിക്കും. ചൂട് കഞ്ഞി, പപ്പടം, കടുമാങ്ങ, അവൽ, മുതിരപ്പുഴുക്ക്, ഉണ്ണിയപ്പം, പഴം, ഇത്രയാണ് ഇതിന്റെ സാധനങ്ങൾ. ഈ ഒരു ശൈലിയിലാണോ ഇവിടെ കഞ്ഞി കുടിയുടെ രീതി? ശൈലിയിലാണ് കഞ്ഞി കുടിക്കുന്നതും കൊടുക്കുന്നതും. ദേവി ആദ്യമായിട്ട് വന്ന് കഴിച്ച ആഹാരമാണിത്. ചെട്ടികുളങ്ങരയിൽ വന്ന് കഴിച്ച ആദ്യത്തെ ആഹാരം. ആ ഒരു പ്രത്യേകത വെച്ചാണ് കുതിരമൂട്ടിൽ കഞ്ഞി നടത്തുന്നത്. അത് ഏത് കുതിരമൂട്ടിൽ ചെന്നാലും ഈ വിഭവങ്ങളെല്ലാം കാണും. ഇതില് ഇല വെക്കും. ഇല വെക്കുമ്പോ കഞ്ഞി ഒഴിയുമ്പോൾ പെയ്യ താന്നത് ഇരുന്നോളൂ. അതിൽ നിന്ന് അങ്ങനെ കഞ്ഞി അമ്മ പണ്ട് വന്നിന് കഞ്ഞി കുടിക്കാണ് ഒരു സന്ദർഭം ഉണ്ടായത്. വേറെ എന്തൊക്കെയാണ് വിഭവങ്ങൾ? കഞ്ഞി, അസ്ത്രം, കടുമാങ്ങ, അവല് നനച്ചത്, പപ്പടം, മുതിര. അതിന്റെ പ്രത്യേകതയല്ലേ? മുതിരയാണ് ഏറ്റവും പ്രത്യേകത. കഞ്ഞി മുതിരയാണ്. അതാണ് എന്റെ അധികം. പിന്നെ കുടിക്കാന്ന് പറഞ്ഞാൽ തറയിരുന്ന് കുടിക്കുന്ന നല്ലൊരു പ്രത്യേകത. ഒരുപാട് കൂട്ടങ്ങൾ കൂട്ടാം. പക്ഷെ ഇപ്പൊ 7 കൂട്ടത്താണ് എടുത്തിരിക്കുന്നത്.
കഞ്ഞിയും പിന്നെ അസ്ത്രം 2, പപ്പടം 1 3, മുതിര 1 4, കടുമാങ്ങ 5, പാല് 1 6, ഉണ്ണിയപ്പം 7 ഐറ്റം മുതലുണ്ട്. പിന്നെ 7 കൂടും 13 ഐറ്റം വരെ വെക്കുന്നവരുണ്ട്. നമ്മുടെ ഇവിടെ മാത്രമേ കാണുള്ളൂ അല്ലേ ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള കഞ്ഞി? തീർച്ചയായിട്ടും മറ്റുള്ള കരകളെ അപേക്ഷിച്ച് ഞങ്ങളുടെ ഇരവിളക്കും 41 ഐന്ദകരത്തിലാണ് ഇതുപോലുള്ള പ്രത്യേകത. ഒരു ദിവസം 3 നേരം കഞ്ഞി, എല്ലാം സിസ്റ്റമാറ്റിക് തന്നെ ആൾക്കാരെ ഇരുത്തി, പാത്രത്തിൽ വേണ്ടിയവർക്ക് പാത്രത്തിന് പ്രത്യേക ലൈന്, അതെല്ലാം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്താ ഈ കഞ്ഞി കുതിരമൂട്ടിൽ കഞ്ഞിയുടെ പ്രത്യേകത? മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുതിരമൂട്ടിൽ മറ്റു കഞ്ഞികളെ അപേക്ഷിച്ച് മുതിര, അസ്ത്രം, കടുമാങ്ങ, ഉണ്ണിയപ്പം, പപ്പടം, പഴം ഇത്യാദി കാര്യങ്ങളെല്ലാം ശരീരത്തിന് ഈ കുതിരകെട്ടം എന്ന് പറഞ്ഞാൽ അഭ്യാസമുള്ള കായിക അഭ്യാസമുള്ള പണികളാണ്. അപ്പോൾ അന്ന് നമ്മുടെ പൂർവികരൊക്കെ ചെയ്തു വെച്ചാണ് ഇവിടുത്തെ അതിനുള്ള സംവിധാനം ചെയ്തത്. ചെട്ടികുളങ്ങരയിൽ നിന്നുള്ള മാത്രം കാഴ്ചകളാണത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ